യഥാർത്ഥത്തിൽ തറവാട്ടിന് ചീത്തപ്പേരുണ്ടാക്കി, മാനക്കേടായി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള അഫെയറുകളിലും അതിൽ പ്രേമത്തിലൊക്കെ പോയി പെടുന്നത്? വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് തന്നെ വഴിതെറ്റാനുള്ള സാധ്യത നമ്മുടെ വീടുകളിൽ നിന്നുള്ളത്. പുറത്തു പോണ കുട്ടികളെ കാര്യം പിന്നെ പറയും വേണ്ട. ഇന്നത്തെ വിദ്യാഭ്യാസം മിക്സഡ് വിദ്യാഭ്യാസം, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങൾ. ചെറിയ LP സ്കൂൾ കുട്ടികളല്ല ഇത്. അതിന് കഴിഞ്ഞാൽ പിന്നെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളും ആൺകുട്ടികളും കാണുന്നില്ല. നമ്മൾ ബസ്സിൽ പോകുമ്പോ അന്യ പെൺകുട്ടികൾ കാണിക്കുന്നത് അല്ലേ? അതുപോലെ ട്രെയിനിൽ നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും, മുഖമക്കനൊക്കെ ഇട്ടിട്ടുണ്ടാവും. എന്നിട്ടോ അന്യടുത്തന്റെ കൂടെ പോയിട്ടതാ അവിടെ ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കണ്, ബീച്ചിൽ പോയി കറങ്ങാൻ പോണ്, അവന്റെ ബൈക്കിൽ പോകുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും നേരല്ല. എന്റെ മോള് തഹജ്ജുദ് മോളാ, ഓള് നിക്കാബൊക്കെടും. എന്ത് നിക്കാബ്? കള്ളത്തരത്തിന്റെ നിക്കാബ്. അത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? അവള് തഹജ്ജുദ് നിസ്കരിക്കാൻ 2 റക്അത്ത് നിസ്കരിച്ച് ബാക്കി പിന്നെ ചാറ്റിങ്ങാ, അതിനാണ് നീക്കണ ആ നേരത്ത്, അല്ല തഹജ്ജുദിനല്ല. അതുകൊണ്ട് പെൺകുട്ടികളെ വളർത്തുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ കുന്ന ലഹു സിത്റൻ മിനൻ നാർ. 2 പെൺകുട്ടികൾ ആരെങ്കിലും പ്രായപൂർത്തിയെത്തുവോളം നല്ല നിലക്ക് പരിപാലിച്ചാൽ, മറ്റൊരു റിപ്പോർട്ടിൽ അവരെ ശരിക്ക് അദബ് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ എന്നുണ്ട്, എന്നാൽ ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്നൊരു മറയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നതല്ലല്ലോ, പെൺകുട്ടികളെ ഇഷ്ടം പോലെ പുറത്തു വിടുകയാണ്. എവിടെ പഠിക്കുന്നതെന്ന് പോലും അറിയില്ല അല്ലെ? ആ പോയിട്ട് ആ ബസ് സ്റ്റാൻഡ് അവിടെ അതിന്റെ കമ്പ്യൂട്ടർ എന്തോണ്ട് എനിക്കൊന്നും അറിയില്ല, ഞാൻ 500 ചോദിച്ചാൽ 500 കൊടുക്കും, 1000 ചോദിച്ചാൽ 1000 കൊടുക്കും എന്ന് പറയും. എവിടെയാ കുട്ടി പഠിക്കണത്? എന്താ പഠിക്കണത്? എന്താണ് അവിടുത്തെ പഠിപ്പ്? എന്താണ് അവിടുത്തെ ചേല്?